ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ +1 അക്കൗണ്ടൻസിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ്, ഈ മൂന്നെണ്ണത്തിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്ന് നമ്മൾ ഇതിന്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് വിത്ത് പ്രോബ്ലം. ഓക്കെ, ഇതിന് നമുക്ക് 16ഓളം വരുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, 16 എക്സാമിന് വരൂല. അതിലൊരു 5ഓ 6ഓ മാക്സിമം പോയാൽ 6 അല്ലെങ്കിൽ മാക്സിമം 5 അഡ്ജസ്റ്റ്മെന്റുകളാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇന്ന് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു വാക്ക് തരാം, നിർബന്ധമായിട്ടും എക്സാമിന് വരുന്ന ആ എസ്എ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഷുവറാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും മുഴുവനായിട്ട് കാണണം. ഒരു വട്ടം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഈ 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അതുമാത്രമല്ല, +1 മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സെക്കൻഡ് ഇയറിൽ മീൻസ് +2 2 ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ നന്നായിട്ട് നിങ്ങൾ അത് കൂടുതൽ സമയം ചെലവഴിക്കണമെങ്കിൽ ഇവിടുന്ന് നന്നായിട്ട് മാർക്ക് നേടിക്കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു കൂടി നിങ്ങളോട് ഞാൻ ഇതിനു മുമ്പായിട്ട് പറയുകയാണ്. എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ഒരു 16 അഡ്ജസ്റ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിലും അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിങ്ങിലും എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാറ്. ഓക്കെ, ഒന്നാമത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കൊടുക്കാത്തത്, മീൻസ് കൊടുക്കാനുള്ളതാണ്. അതായത് ഈ വർഷത്തിലെ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകളും പ്രോബ്ലംസുകളും വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ സാമ്പത്തിക വർഷത്തിലാണ്. അതിലേക്ക് ആരൊക്കെ തരാനുണ്ട്, ഇവിടുന്ന് എത്ര കൊടുത്തിട്ടുണ്ട്, മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ദെൻ നമുക്ക് ആദ്യം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആണ് ഇതുവരെ കൊടുക്കാത്തത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ആണ് ചെയ്യാറ്. അതായത് ഏത് എക്സ്പെൻസിനോട് കൂടെയാണോ ഈ ഒരു ഐറ്റംസ് ഔട്ട്സ്റ്റാൻഡിംഗ് വന്നിട്ടുള്ളത് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രീപെയ്ഡ് ആണ്, മുമ്പ് അടച്ചു. അപ്പൊ മുമ്പ് അടച്ചതാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് എക്സ്പെൻസ് സൈഡില് ഏത് എക്സ്പെൻസസിനോടാണോ വന്നിട്ടുള്ളത് അതിൽ നിന്നും പ്രീപെയ്ഡ് മീൻസ് ലെസ് ചെയ്യുക, ശേഷം ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, ഞാൻ ആവർത്തിച്ച് പറയൂല, അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം. ഓക്കെ, സമയമില്ലാത്തത് കാരണം പെട്ടെന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് മൈൻഡോട് കൂടിയിട്ട് കേൾക്കാൻ ശ്രമിക്കാം. ദെൻ മൂന്നാമത്തത് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഇൻകം സൈഡില് മീൻസ് ക്രെഡിറ്റ് സൈഡില് ആഡ് ചെയ്യുക. ഏത് ഇൻകം ആണോ വന്നിട്ടുള്ളത് ആ ഇൻകത്തിനോട് ആഡ് ചെയ്യുക. ദെൻ അസറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, മറ്റൊന്ന് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് ഇൻകം കിട്ടിയത്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് ഇൻകം വന്നത്. അഡ്വാൻസ് ആയിട്ട് ഇൻകം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം സൈഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ലെസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കാറ്. ഓക്കെ, ദെൻ മറ്റൊന്ന് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടിയാണ്. ഓക്കെ, ഡിഫറെന്റ് അസറ്റ്സുകളോട് അതിന്റെ തേയ്മാനം പെർസെന്റേജ് അതിൽ കാണിക്കും. അത് ലെസ് ചെയ്തുകൊണ്ട് ആ എമൗണ്ട് എത്ര പെർസെന്റേജ് ആണ് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ശേഷം അസറ്റ് സൈഡിൽ ഏതൊരു അസറ്റിനോടാണോ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത് ആ എമൗണ്ട് അതിൽ ലെസ് ചെയ്തിട്ട് കാണിക്കുക. ഓക്കെ, ദെൻ മറ്റൊന്ന് ബാഡ് ഡെബ്റ്റ്സ്, കിട്ടാക്കണം. ഓക്കെ, ബാഡ് ഡെബ്റ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 2 രൂപത്തിൽ അഡ്ജസ്റ്റ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രം ചെയ്യേണ്ടതും അല്ലാതെ ചെയ്യേണ്ടതും 2 കേസും ഞാൻ പറയാം. ആദ്യത്തെ കേസ് ബാഡ് ഡെബ്റ്റ്സ് സിമ്പിൾ ആയിട്ട് ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മൾ സാധാരണ ഒരു എക്സ്പെൻസസ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം, മീൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതല്ല അഡ്ജസ്റ്റ്മെന്റിനും ബാഡ് ഡെബ്റ്റ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പ്രൊവിഷനോ അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം എത്ര പെർസെന്റേജ് ആണോ പ്രൊവിഷൻ വന്നിട്ടുള്ളത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും കാണിക്കണം,
കാണിക്കണം. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബുക്ക് ഡെപ്സിൽ നിന്നും ആ എമൗണ്ടിനെ ലെസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഓക്കെ, ബാഡ് ഡെപ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടിയാണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും അതിനെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ മറ്റൊന്നാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്സ്. ബാഡ് ഡെപ്സിന് വേണ്ടി കടം ഉണ്ടാവുമോ എന്ന് ഓർത്തുകൊണ്ട് മാറ്റി വെക്കുന്നതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്സ്. അതും സെയിം എൻട്രി തന്നെയാണ് ഉണ്ടാവുക. ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ അതോടൊപ്പം അസറ്റില് ഏത് ഡെപ്റ്റേഴ്സിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കുക. മറ്റൊന്ന് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. നമുക്കുള്ള ഡെപ്റ്റേഴ്സ് നമുക്ക് കാശ് തരുന്ന സമയത്ത് അവർ ക്യാഷ് കുറക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി വെക്കുന്ന പ്രൊവിഷനാണ് ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് ഇതിന്റെ ഇതും ചെയ്യേണ്ടത്. ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ നിന്നും നമ്മളെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുക. ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഡെപ്റ്റേഴ്സിന്റെ. അതായത് നമുക്കൊന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതിന്റെ ഡെപ്റ്റേഴ്സും അങ്ങോട്ട് കൊടുക്കാനുള്ളത് ക്രെഡിറ്റേഴ്സുമാണ്. അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാറ്റി വെക്കുന്ന പ്രൊവിഷനെയാണ് ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനെ നേരെ ക്രെഡിറ്റ് പേര് കേട്ടാൽ തന്നെ അറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്രെഡിറ്റ് സൈഡില് അതോടൊപ്പം തന്നെ ലാബിലിറ്റി സൈഡില് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സിൽ നിന്നും അത് ലെസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഓക്കെ, ദെൻ 10ാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ്. ക്യാപിറ്റലിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും അതോടൊപ്പം തന്നെ ക്യാപിറ്റലിന്റെ കൂടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഓക്കെ, ദെൻ മറ്റൊന്ന് 11 ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാർട്ട്നേഴ്സോ ആരെങ്കിലും ക്യാഷ് പിൻവലിച്ചതാണ്. അത് ബാലൻസ് ഷീറ്റിൽ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. പിന്നീട് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഓക്കെ, ദെൻ 12 ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ഒരു എക്സ്പെൻസസ് ആണ്. സാധാരണ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഈസി അഡ്വർടൈസ്മെന്റിനോട് യോജിപ്പിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. സാധാരണ ഒരു അഡ്വർടൈസ്മെന്റിന് ചെലവാക്കുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് 1 വർഷത്തേക്കായിരിക്കില്ല, 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് സമയത്ത് നമ്മൾ ഈ വർഷമാണ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ മുഴുവൻ എമൗണ്ടിനെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ക്വസ്റ്റ്യൻ 1/5, 1/4 അതിന്റെ ഒരു ഇത്ര ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പൊ ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ദെൻ മറ്റൊന്ന് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്നുള്ളത്. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സിന് കൊടുക്കുന്ന കമ്മീഷനാണ് പ്രോഫിറ്റിന്റെ മുകളിൽ. അത് 2 രൂപത്തിലൊന്ന് ബിഫോർ ഉണ്ട്, മറ്റൊന്ന് ആഫ്റ്ററും ഉണ്ട്. ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് റേറ്റ് ഡിവൈഡഡ് ബൈ 100. ദെൻ ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. മീൻസ് 10% ആണെങ്കിൽ 10/100 പ്ലസ് 10, അതായത് അല്ലെങ്കിൽ 110 110 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെയാണ് അത് കാണേണ്ടത്. ദെൻ മറ്റൊന്ന് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ സാമ്പിൾസ്. സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീ സാമ്പിൾസ്. ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അങ്ങനത്തെ കേസിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് ലെസ് ചെയ്യണം. കാരണം നമ്മൾ വാങ്ങിച്ച സാധനത്തിൽ നിന്നാണല്ലോ കൊടുക്കുന്നത്, പർച്ചേസ് ലെസ് ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും കാണിക്കുക. ദെൻ മറ്റൊന്നാണ് ഇത് ഗുഡ്സ് സെൻസ് സെയിൽ ഓർ റിട്ടേൺ. ഗുഡ്സ് അയച്ചിട്ടുണ്ട്, ഒന്നുകിൽ സെയിലിനാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ അത് റിട്ടേൺ വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നേരത്തെ പോലെ തന്നെ പർച്ചേസിൽ നിന്നും ലെസ് ചെയ്യുക, അതോടൊപ്പം സെയിൽസ് നിന്നും ലെസ് ചെയ്യുക. ഇനി സപ്പോസ് ആ ഗുഡ്സ് റിട്ടേൺ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്ത് കാണിക്കണം. കാരണം നമ്മൾ സ്റ്റോക്ക് കുറഞ്ഞിട്ടില്ലല്ലോ, തിരിച്ചു വന്നു എന്നുള്ള നിലക്ക്. ദ ലാസ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് റിസർവ് ആണ്. റിസർവിനെ ട്രാൻസ്ഫർ ചെയ്യാം. റിസർവിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, അതോടൊപ്പം തന്നെ ലാബിലിറ്റി സൈഡിലും കാണിക്കാം. ഞാൻ ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്, നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്തിട്ട് കാണണം. എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആദ്യം നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഞാനൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കോ, സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പർച്ചേസസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഇൻഷുറൻസ്, വേജ്, പവർ ആൻഡ് ഫ്യൂല്, ക്യാരേജ് ഇൻവേർഡ്, ക്യാരേജ് ഔട്ട്വേർഡ്, സ്റ്റോക്ക് 1st January 2018, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബിൽഡിംഗ്, മെഷീനറി, പാറ്റന്റ്, സാലറി, ട്രേഡ് എക്സ്പെൻസസ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ബുക്സ്, ഡെപ്റ്റ്, അതായത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. ഓക്കെ, അത്യാവശ്യം എല്ലാവിധ ഒരു 5-6 ഐറ്റംസുകൾ, നല്ലൊരു പ്രോബ്ലം ആണ്. 5-6 ഐറ്റംസിന്റെ അഡ്ജസ്റ്റ്മെന്റും ഇവിടെ തന്നിട്ടുണ്ട്. താഴെ നോക്കിക്കോ, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ്. ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ട്രയൽ ബാലൻസിന്റെ താഴെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് എങ്കിൽ 2 ഭാഗത്താണ് അതിനെ ട്രീറ്റ് ചെയ്യാറ്. ഒന്ന്
ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും. ദെൻ ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. സാലറിന്റെ മുകളിലും വേജസിന്റെ മുകളിലും ഔട്ട്സ്റ്റാൻഡിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യലാണ്, ദെൻ അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കലാണ്. അപ്പൊ ഇത് രണ്ടിനും അങ്ങനെ ചെയ്യാം. ദെൻ ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ്, ലെസ് ചെയ്യലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഏത് ഐറ്റംസ് ആണ് അതിനോട് ലെസ് ചെയ്തുക, ദെൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ആണ്, അക്രൂഡ് ചെയ്ത് നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡില് ആ ഇൻട്രസ്റ്റിനോട് ആഡ് ചെയ്ത് കാണിക്കുക, അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിലും കാണിക്കുക. ദെൻ മറ്റൊന്ന് ഡിപ്രീസിയേഷൻ മെഷീനറിന്റെ മുകളിലും പാറ്റന്റിന്റെ മുകളിലും ഉണ്ട്. 10% മെഷീനറിന്റെ മുകളിൽ, പാറ്റന്റിന്റെ മുകളിൽ 20%. മെഷീനറിയുടെ എമൗണ്ട് എടുക്കുക, അതിന്റെ 10% കാണുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. ദെൻ അതിന്റെ രണ്ടാമത് അസറ്റ് സൈഡില് ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡില് മെഷീനറിയിൽ നിന്നും 10% ലെസ് ചെയ്ത് കാണിക്കുക. സെയിം തന്നെയാണ് പാറ്റന്റിലും ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ മറ്റൊന്ന് പ്രൊവിഷൻ ഫോർ 5% സൺട്രി ഡെപ്റ്റേഴ്സ്. ഒരു പ്രൊവിഷൻ ഉണ്ട് 5% സൺട്രി ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ. ഇവിടെ ബുക്ക് ഡെപ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, രണ്ടും സെയിം ആണ്. ബുക്ക് ഡെപ്സിന്റെ 5% എടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ശേഷം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിൽ നിന്നും 5% എമൗണ്ട് കുറച്ച് കാണിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇതവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വരച്ചു വെച്ചത് സമയക്കുറവ് കാരണം വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നമുക്കറിയാം ആദ്യം നമുക്ക് വേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഡെബിറ്റ് സൈഡിൽ വേണ്ട ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യണം, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പൊ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് 11,000 രൂപ. ആ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തേരി. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പർച്ചേസസ് ആണ്. പർച്ചേസസ് 69,500 തന്നിട്ടുണ്ട്, ലെസ് റിട്ടേൺ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ 700. ആ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് എഴുതി. 69,500 നിന്നും 700 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 68,800 നമുക്ക് ലഭിച്ചു. ദെൻ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വേണ്ടത്. വേജസ് നമുക്ക് തന്നിട്ടുണ്ട്, ആ 10,000 രൂപയാണ് വേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ വേജ് ഈക്വൽ ടു 10,000. അതിനോട് ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 1,000 റുപ്പീസ് ആണ്. ആ എമൗണ്ട് കൂട്ടി 11,000. ഓക്കെ. ദെൻ മറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാകും നോക്കണം. ആ സമയത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. പവർ ആൻഡ് ഫ്യൂവൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. കാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. വേറെ ആരും ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല. ആ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ദെൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാ. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു സെയിൽസ് ആണ്. സെയിൽസ് നിന്ന് റിട്ടേൺ ലെസ് ചെയ്യുക. സെയിൽസിന്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 1,18,400 ആണ്. ദെൻ അതിൽ നിന്നും ലെസ് റിട്ടേൺ 600 ലെസ് ചെയ്തു, ഈക്വൽ ടു 1,70,800 ആണ്. ദെൻ മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ക്ലോസിംഗ് സ്റ്റോക്ക് 2 ഐറ്റംസിനുള്ള, അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കാണിച്ചു 17,000 രൂപ. ഓക്കെ, ക്ലിയർ. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ആ എമൗണ്ടിനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും എഴുതാനില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇത് ചെയ്ത സമയത്ത് 1,34,800 ആ എമൗണ്ടിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി 1,34,800. ദെൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യണത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു 33,300 രൂപയാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നതോടുകൂടി ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കണ്ട. ഇതിനോട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ആദ്യം ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? അത് ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്യണം. ഓക്കെ. അത് ലോസ് ആണെങ്കിൽ നമ്മൾ ഇപ്പുറത്തേക്ക് വരും. ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. അപ്പൊ ബൈ ഗ്രോസ് പ്രോഫിറ്റ് 33,300. ക്ലിയർ. ദെൻ ഇനി ഏതെങ്കിലും നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലുള്ളത് നോക്കാം. ഇവിടെ വന്നിട്ടുള്ളത് ഇൻകം ആയിട്ട് വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് വന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എമൗണ്ട് ഈക്വൽ ടു 500 ആണ്. ഓക്കെ. ഇൻട്രസ്റ്റ് 500 രൂപയാണ്. ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് നമ്മളോട് ഇവിടെ താഴെ ഒരു അക്രൂഡ് കിടക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് അക്രൂഡ് 250. അപ്പൊ ആഡ് അക്രൂഡ് 250. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 750. ഈ അക്രൂഡ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകണം, മറക്കണ്ട. ദെൻ ആ എമൗണ്ട് കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഇൻകംസ് ഉണ്ടാ നോക്കുക ക്വസ്റ്റ്യനിൽ. ആരും ഇനി ഇൻകംസ് കാണുന്നില്ല.
ദെൻ നമ്മൾ എന്ത് ചെയ്തു, നേരെ നമ്മുടെ ഡെബിറ്റ് സൈഡിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അതുപോലെ ഇവിടെ സെയിൽസ് റിട്ടേൺ എടുത്തു. ഇൻഷുറൻസിന്റെ എമൗണ്ട് എഴുതി. ദെൻ ഇൻഷുറൻസിനോട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് പ്രീപെയ്ഡ് 75. അപ്പൊ ലെസ് പ്രീപെയ്ഡ് 300 മൈനസ് 75 ഈക്വൽ ടു 225. ഓക്കെ. ദെൻ മറ്റൊന്ന് നമ്മൾ ഇനി എടുത്തു കഴിഞ്ഞാൽ വേജ് എടുത്തു, പവർ എടുത്തു, ക്യാരേജ് ഔട്ട് വേഡ്. അപ്പൊ ക്യാരേജ് ഔട്ട് വേഡിന്റെ എമൗണ്ട് 3100 ഇവിടെ കാണിക്കാം. ദെൻ മറ്റൊന്ന് കഴിഞ്ഞാല് അവിടുന്ന് വന്ന് നേരെ സാലറിയാണ്. സാലറിനോട് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ സാലറീസ് 12,000 ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,500 രണ്ടും കൂടി ആഡ് ചെയ്ത് 13,500 രൂപ എമൗണ്ട് കോളത്തിലേക്ക് എഴുതി. മറക്കണ്ട, ഔട്ട്സ്റ്റാൻഡിങ്ങിനെയും പ്രീപെയ്ഡ് ഒക്കെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകാനുണ്ട്. ദെൻ മറ്റൊന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് ആരാണ്? ട്രേഡ് എക്സ്പെൻസസ് ആണ് മറ്റൊന്ന് കിടക്കുന്നത് ഇവിടെ. ട്രേഡ് എക്സ്പെൻസസ്. അപ്പൊ ട്രേഡ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചു. ദെൻ ഇനി ക്യാപിറ്റൽ ഇതൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ഒന്നും കാണുന്നില്ല. മേലെന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ ബാലൻസ് ഷീറ്റ് ആണ്. പിന്നെ വേജ് എടുത്തു, അത് കഴിഞ്ഞു. സ്റ്റോക്ക് കഴിഞ്ഞു. ബിൽഡിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. മെഷീനറി പാറ്റന്റ് ബാലൻസ് ഷീറ്റ് ആണ്. ട്രേഡ് എക്സ്പെൻസ് ഇപ്പൊ നമ്മൾ എടുത്തു. ദെൻ ക്യാപിറ്റൽ ഡ്രോയിങ്സ് എല്ലാവരും ഇനി ബാലൻസ് ഷീറ്റിലേക്കുള്ളതായത് കാരണം നമ്മളിവിടെ ബാക്കി ഒന്നുകൂടി ഉണ്ട്. ഡിപ്രീസിയേഷൻ മെഷീനറിന്റെ മുകളിൽ 10% ഉണ്ട്. മെഷീനറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 36,000 ആണ്. 36,000ന്റെ 10% 3,600 ആണ്. ഓക്കെ. ദെൻ മറ്റൊന്ന് പാറ്റന്റ് ആണ്. പാറ്റന്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. 10,000ന്റെ 20% എന്ന് പറയുന്നത് 2,000 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്തുകൊണ്ട് 5,600 എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി. ഓക്കെ. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ. നമ്മൾ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് 1 എടുത്തു. ദെൻ 2, 3, 4, 5, 6, 7 ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പ്രൊവിഷൻ 5% സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം സൺട്രി ഡെപ്റ്റേഴ്സിന് പകരം ബുക്ക് ഡെപ്റ്റ്സ് തന്നിട്ടുള്ളത് 46,000. അപ്പൊ 46,000ത്തിന് 5% 2,300 ആ എമൗണ്ട് എടുത്തു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ വന്ന എല്ലാ ആളെയും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും വേണ്ട എല്ലാ അംഗങ്ങളെയും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നേരത്തെ പോലെ ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. നെറ്റ് ലോസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. നമുക്ക് ടോട്ടൽ 33,350 കൂടിയുടെ 34,050 34,050. ഓക്കെ. ദെൻ നേരത്തെ പോലെ ബാലൻസ് ചെയ്യാം. 2 നെറ്റ് പ്രോഫിറ്റ് 34,050 നിന്നും ഇത്രയും എമൗണ്ടുകൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് 5,825. 5,825. ഓക്കെ. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ മെത്തേഡ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. ദെൻ റെഡി ആണോ? ദെൻ നമ്മൾ അവസാന പോയിന്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു അസറ്റ് കോളം ഉണ്ടാവും, ലാബിലിറ്റി കോളം. അസറ്റ് കോളത്തിൽ കറണ്ട് അസറ്റും ഫിക്സ്ഡ് അസറ്റും നമ്മൾ എഴുതും. ദെൻ അതേപോലെ തന്നെ ലാബിലിറ്റി സൈഡിൽ കറണ്ട് ലാബിലിറ്റീസും അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഐറ്റംസുകളും എഴുതാം. അങ്ങോട്ടും കൂടെ മാറിയത് കുഴപ്പമൊന്നുമില്ല. എന്നാലും വൃത്തി ഏറ്റവും നല്ലത് ആദ്യം കറണ്ട് അസറ്റിനെ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് പോവാം. കറണ്ട് അസറ്റ് നേരത്തെ നമ്മൾ ഇവിടുന്ന് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും കറണ്ട് അസറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്ത് ഇവിടെ സ്ഥലം ഇല്ലാത്തത് കാരണം രണ്ടും കൂടി കൂട്ടിയിട്ട് 1,600 7,100 കൂട്ടിയാൽ 8,700. ഓക്കെ. കാണുന്നുണ്ടാവുമല്ലോ 8,700. ദെൻ മറ്റൊന്ന് നമുക്ക് ബുക്ക് ഡെപ്സ് ആണ്. ബുക്ക് ഡെപ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റ് കറണ്ട് അസറ്റ് ആണ് ബുക്ക് ഡെപ്സ് എന്ന് പറയുന്നത് 46,000 രൂപ. അതിൽ നിന്നും നേരത്തെ നമ്മൾ 5% പ്രൊവിഷൻ ആയിട്ട് മാറ്റി വെച്ച് 2,300 രൂപ കുറച്ചിട്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ഓക്കെ. അപ്പൊ 43,700. ദെൻ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് പ്രീപെയ്ഡ് അഡ്ജസ്റ്റ്മെന്റിന് വന്ന ഇൻഷുറൻസ് പ്രീപെയ്ഡ് 75. ഇൻട്രസ്റ്റ് അക്രൂഡ് 250. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റിന് ക്ലോസിംഗ് സ്റ്റോക്ക് 17,000. ദെൻ മറ്റൊന്ന് വന്നത് നമുക്ക് ഇനി അസറ്റ് ഏതൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ എടുക്കാത്ത അസറ്റ് ബിൽഡിംഗ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ബിൽഡിങ്ങിനെ നേരെ കൊണ്ടുവരാം 40,000. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പാറ്റന്റ് ആണ്. പാറ്റന്റിന് നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രീസിയേഷൻ ഉണ്ട്. പാറ്റന്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 മൈനസ് ഡിപ്രീസിയേഷൻ 2,000 ഈക്വൽ ടു 8,000 രൂപ. ദെൻ മെഷീനറിന്റെ 10%, മെഷീനറിന്റെ എമൗണ്ട് വരുന്നത് 36,000 ആണ്. അതിന്റെ 10% 3,600. ആ എമൗണ്ട് 32,400. ഓക്കെ. ഏകദേശം നമ്മൾ അസറ്റ് സൈഡിലേക്ക് എഴുതാൻ ഇനി ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഭാഗം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ദെൻ ലാബിലിറ്റി സൈഡിലേക്ക് വരിക. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കറന്റ് ലാബിലിറ്റീസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ സാലറിയുടെയും വേജസിന്റെയും മുകളിൽ ഔട്ട്സ്റ്റാൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. ആ രണ്ട് എമൗണ്ട് നമ്മൾ ഇവിടുന്ന് എടുക്കാം.
ഔട്ട്സ്റ്റാൻഡിങ് 1000ഉം അതോടൊപ്പം തന്നെ 1500 രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2500 നമ്മുടെ എമൗണ്ടിലേക്ക് മാറ്റി എഴുതി. ദെൻ മറ്റൊരു കറന്റ് ലയബിലിറ്റീസ് ഉള്ളത് ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിളിന്റെ എമൗണ്ട് നമ്മൾ 6700 എടുത്തു. ദെൻ മറ്റൊന്നുള്ളത് ഇനി ഇതിൽ എടുക്കാനുള്ളത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 59,000 അതും കാണിച്ചു. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള എല്ലാവരും നമ്മൾ മാക്സിമം പരിഗണിച്ചിട്ടുണ്ട്. ഇനി ഒരു ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, ക്യാപിറ്റല് ഡ്രോയിങ്സും ആണ് ഉള്ളത്. അത് നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് പോവാം. അപ്പൊ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റല് 85,000 ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് എത്രയാണ്? 85,000 ആണ്. ക്യാപിറ്റൽ 85,000 അത് നമ്മൾ എഴുതി 85,000. ദെൻ അതിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലെസ് ഡ്രോയിങ്സ്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, ആഡ് നെറ്റ് പ്രോഫിറ്റ് ആണ് മാത്രമുള്ളൂ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് 5825. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ലെസ് ഡ്രോയിങ്സ് 9 ഡ്രോയിങ്സിന്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 9,000 രൂപയാണ്. 9,000. അപ്പൊ 85,000 നിന്നും 85,000 5825 അതിൽ 9,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 81,825 എന്നുള്ളത്. 81,825 രൂപ. ഓക്കെ, ഇപ്പൊ നമ്മൾ തന്ന ക്വസ്റ്റ്യനിലുള്ള എല്ലാ ഐറ്റംസിനെയും നമ്മൾ 3 അക്കൗണ്ട്സിലായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ടാലി ആക്കലാണ്. ഈ ഭാഗം കൂട്ടുക, അതിന്റെ ടോട്ടൽ എഴുതാം, ഈ ഭാഗം കൂട്ടുക, അതിന്റെ ടോട്ടൽ എഴുതാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1,50,125 1,50,125 ആണ് നമ്മുടെ ടാലി എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒത്തിരി സ്പീഡിലാണ് പോയത്. കുഴപ്പമില്ല, നിങ്ങൾ 2 വട്ടം അത് ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലത്തിനെയും, എക്സാമിന് വരുന്ന ഏത് പ്രോബ്ലത്തിനെയും വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.